നമസ്കാരം. അജിത് ഡോവൽ എന്ന നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, ഇദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ ഈ പെഹൽഗാം ആക്രമണവും പ്രത്യാക്രമണവും ഒക്കെ നടന്ന ഈ അവസരത്തിൽ ഇദ്ദേഹത്തെക്കുറിച്ച് പലതരത്തിലുള്ള സ്റ്റോറികളും പ്രചരിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ കഴിവും ഇദ്ദേഹത്തിന്റെ പ്രാപ്തിയും ഇദ്ദേഹത്തിന്റെ രഹസ്യ സ്വഭാവമുള്ള നീക്കങ്ങളെയും ഒക്കെ കുറിച്ച്, ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച്, ഇദ്ദേഹം അധികം ആരോടും സംസാരിക്കാറില്ല, എന്തുകൊണ്ട് അങ്ങനെ എന്നുള്ള ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ ഒരുപാട് ചർച്ചകളും വാർത്തകളും ഒക്കെ നടന്നിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് തത്വമയും നിരവധി വാർത്തകളും സ്റ്റോറികളും ഒക്കെ ചെയ്തു. അദ്ദേഹം കേരള കേഡർ IPS ഉദ്യോഗസ്ഥരാണ്. തലശ്ശേരി കലാപം ഉണ്ടായപ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ ഇദ്ദേഹത്തിന്റെ മുന്നിൽ കാണിച്ചത് എന്താണ് എന്നതിനെ കുറിച്ചുള്ള ചില വാർത്തകളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പം ശ്രീ അജിത് ഡോവലിനെ കുറിച്ച് ഒരു പോസ്റ്റ്, അതായത് വളരെ വ്യത്യസ്തമായ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ അത് പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്ന് തോന്നി. ഇതാണ് അജിത് ഡോവലിനെ കുറിച്ചുള്ള ഒരു പോസ്റ്റിന്റെ തുടക്കം. മിണ്ടാതെ നടക്കുന്ന മനുഷ്യൻ. അദ്ദേഹം ആരോടും മിണ്ടാറില്ല, ഞാൻ ആദ്യമേ പറഞ്ഞു. വർഷം 1945 ഉത്തരാഖണ്ഡിലെ മലമുകളിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു കുട്ടി ജനിക്കുന്നു. പേര് അജിത്ത്. ചരിത്ര പുസ്തകങ്ങൾ പോലും എഴുതാത്ത പോരാട്ടങ്ങളുടെ ഭാഗമായി ഈ കുട്ടി ഒരു നാൾ മാറുമെന്ന് ആർക്കറിയാമായിരുന്നു. പോരാട്ടങ്ങൾ നടക്കുന്നത് പാർലമെന്റിൽ അല്ല, മറിച്ച് നിഴലിലാണ്. മുഖമൂടിയിൽ, തെറ്റായ ഐഡന്റിറ്റിയിൽ, മരണത്തിന്റെ നിഴലിൽ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ മറ്റൊരു തിളക്കമുണ്ടായിരുന്നു. ആർക്കും തടയാൻ കഴിയാത്ത നിർഭയം. 22-ാം വയസ്സിൽ UPSC ഒഴിവാക്കി IPS എടുത്തു. പക്ഷെ അദ്ദേഹത്തിന്റെ ലക്ഷ്യസ്ഥാനം അതായിരുന്നില്ല, അതൊരു വഴി മാത്രമായിരുന്നു. 1971-ാം ആണ്ട് കേരളം. നേരത്തെ തന്നെ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. പോലീസ് വിറച്ചു. പിന്നെ മെലിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ മാത്രം തോക്കില്ലാതെ ഏകാന്തനായി കലാപകാരികളുടെ കൂട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു, സംസാരിക്കുന്നു, വിശദീകരിക്കുന്നു. ഭയമില്ല, ഒരാഴ്ചക്കുള്ളിൽ സമാധാനം തിരികെ വരും. ആളുകൾ ചോദിക്കുന്നു, ആരാണ് ഇത്? ആരോ പതുക്കെ പറഞ്ഞു, പേരോർക്കുക, അജിത് ഡോവൽ. മിസോറാമിൽ, മറ്റൊരു സംസ്ഥാനത്ത് വിമതർ വനത്തിനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ലാൽ ഡെങ്കയും അദ്ദേഹത്തിന്റെ സംഘടനയും ഇന്ത്യക്കെതിരെ. ഡോവൽ അവിടെ ഉണ്ടായിരുന്നു, എന്നാൽ ഒരു ഉദ്യോഗസ്ഥനെ പോലെ ആയിരുന്നില്ല അദ്ദേഹം. അയാൾ അവരോടൊപ്പം താമസിക്കാൻ തുടങ്ങി, അവരോടൊപ്പം ഭക്ഷണം കഴിച്ചു, അവരെ പോലെ സംസാരിച്ചു. സാവധാനം കമാൻഡർമാരുടെ വിശ്വാസം നേടി. ഒരു ദിവസം ലാൽ ഡെങ്കെ നിലവിളിച്ചു. ചിലപ്പോൾ അദ്ദേഹം സിക്കിമിൽ, ചിലപ്പോൾ പാകിസ്ഥാനിൽ. സിക്കിം ഭാരതത്തിൽ ലയിപ്പിക്കണം, അതിനാൽ ഡോവലിനെ അയച്ചു. പാകിസ്ഥാനിലെ കഹുദയിൽ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നിടത്ത് ഡോവൽ യാചകനായി വിഹരിച്ചു. അവിടുത്തെ ബാർബർ ഷോപ്പുകളിൽ നിന്ന് മുടിവെട്ടി അവിടുത്തുകാരനായി ജീവിച്ചു. 2 തവണ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നാൽ എല്ലാ രഹസ്യങ്ങളും അദ്ദേഹത്തിന് ലഭ്യമായി. ഡോവൽ ഒരു മുസ്ലിമായി അകത്ത് പ്രവേശിച്ചു, ഉറുദു സംസാരിച്ചു. സൗഹൃദത്തിലൂടെ വിശ്വാസം നേടി അദ്ദേഹം വിജയം നേടി. തുടർന്ന് എല്ലാവരെയും വകവരുത്തും മുൻപ് മുഴുവൻ വിവരങ്ങളും ഇന്ത്യക്ക് നൽകി. പലരുടെയും ജീവൻ രക്ഷിക്കപ്പെട്ടു. അകത്ത് ഒരു ഡോവൽ ഇരിക്കുന്നതായി ആരും തിരിച്ചറിഞ്ഞില്ല. 1999-ാം ആണ്ട് കാണ്ഡഹാർ. ഹൈജാക്ക് ചെയ്യപ്പെട്ട ഒരു വിമാനം, 180 ഇന്ത്യൻ യാത്രക്കാർ. രാജ്യം വിലപേശൽ നിർത്തിയപ്പോൾ ഡോവൽ വിമാനത്താവളത്തിൽ നിൽക്കുകയായിരുന്നു. ഓരോ യാത്രക്കാരനും ജീവനോടെ മടങ്ങി. വിരമിച്ചതിന് ശേഷം ആളുകൾ വെറുതെ വിശ്രമിക്കുന്നു. എന്നാൽ ഡോവൽ വിവേകാനന്ദ ഫൗണ്ടേഷൻ രൂപീകരിച്ചു. യുവാക്കളെ ബന്ധിപ്പിക്കാൻ തുടങ്ങി. റിപ്പോർട്ടുകൾ എഴുതുക, കള്ളപ്പണത്തെക്കുറിച്ചുള്ള ഗവേഷണം, രാജ്യത്തിന്റെ നയങ്ങളിൽ സമ്മർദ്ദം ചെലുത്തി. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ മോദി തന്നെ ആഹ്വാനം ചെയ്തു, മിസ്റ്റർ ഡോവൽ, ഇപ്പോൾ നിങ്ങൾ NSA ആകണം, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ. അദ്ദേഹം വെറും ഒരു ചാരൻ മാത്രമായിരുന്നില്ല, അതായിരുന്നു ഇന്ത്യയുടെ തന്ത്രം. ഇതിനുശേഷം മ്യാൻമറിൽ സർജിക്കൽ സ്ട്രൈക്ക്, ഉറിയുടെയും പുൽവാമയും ഉത്തരം ബാലാക്കോട്ട് വ്യോമാക്രമണം, ആർട്ടിക്കിൾ 370 നീക്കം ചെയ്യുന്നു. ഇറാഖിൽ നിന്ന് ഇന്ത്യൻ നഴ്സുമാർ സുരക്ഷിതരായി മടങ്ങി. എല്ലാ പ്രധാനപ്പെട്ട സംഭവങ്ങളിലും ആരും ശ്രദ്ധിക്കാതെ അജിത് ഡോവൽ എന്ന ഒരു നിഴൽ ഉണ്ടായിരുന്നു. ഡോവൽ എന്ന ക്യാമറയിൽ ഒരിക്കലും പ്രത്യക്ഷപ്പെടാത്ത ഒരു പേരുണ്ടായിരുന്നു. ഇന്നും അദ്ദേഹം യുദ്ധം ചെയ്യുന്നു, പാകിസ്ഥാനെതിരെയും തീവ്രവാദത്തിനെതിരെയും രാജ്യത്തിനു വേണ്ടിയും. അജിത് ഡോവൽ നിശബ്ദനാണെങ്കിലും ദുർബലനല്ല. അദ്ദേഹത്തെ ആരും കാണുന്നില്ല, പക്ഷേ അദ്ദേഹം എല്ലായിടത്തുമുണ്ട്. അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വീരവാദം മുഴക്കുന്നില്ല, പക്ഷേ എല്ലാത്തിന്റെയും ഫലം അദ്ദേഹം നൽകുന്നു. ഭാരതം ഉറങ്ങുമ്പോൾ ഡോവൽജി ഉണർന്നിരിക്കുന്നു എന്ന് പറഞ്ഞ മധു മഹാദേവ് എന്ന് പറയുന്ന ഒരു വ്യക്തി പോസ്റ്റ് ചെയ്തതാണ്. ഇത്രയും വ്യത്യസ്തനായ ഒരു മനുഷ്യനെ ഇന്ത്യ അല്ലെങ്കിൽ ലോകം തന്നെ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടാകില്ല. എല്ലാ മേഖലകളിലും സുരക്ഷ എന്നത് അദ്ദേഹത്തിന്റെ രക്തത്തിൽ ഓടുന്ന, ആ രക്തത്തിലെ സിരകളിൽ ഓടുന്ന ആ ഒരു ഊർജമാണ്. അതാണ് അദ്ദേഹം രാജ്യത്തിനായി ചെയ്യുന്നത്. അദ്ദേഹമല്ലാതെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന പദവി വഹിക്കാൻ യോഗ്യൻ ആരാണ്? ആരുമില്ല. എവിടെയും കടന്നു ചെല്ലും, ആരുമായും സംവദിക്കും, സുരക്ഷയും സമാധാനവും ഉറപ്പാക്കും. അതാണ് അജിത് ഡോവൽ എന്ന അജിത് ഡോവൽജി എന്ന് നമ്മളെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന ആ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. അജിത് ഡോവൽ ഇനിയും തുടരും നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, എവിടെ വേണമെങ്കിലും അദ്ദേഹം പോകും. രാജ്യത്തിനു വേണ്ടി അദ്ദേഹം പോരാടും. നിശബ്ദമായി ഒരു നിഴലായി നിന്നുകൊണ്ട് പോരാടും. തോക്കും വാളും എടുത്തല്ല പോരാട്ടം, ബുദ്ധി കൊണ്ടാണ് പോരാട്ടം എന്ന് ലോക ജനതയെ മനസ്സിലാക്കി കൊടുത്ത അതിബുദ്ധിമാനായ, കൂർമ്മ ബുദ്ധിയുള്ള, അതിശക്തനായ തന്ത്രജ്ഞനായ അജിത് ഡോവൽജിക്ക് ഒരു
ബിഗ് സല്യൂട്ട്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.